ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15 ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും കാപ്കോ സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെട്ട റേഡിയോ കിസാൻ ദിവസ് 2024 ഉദ്ഘാടന പരിപാടിയുടെ റിപ്പോർട്ടാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. എക്കാലത്തും കർഷകർക്ക് അറിവും ആത്മവിശ്വാസവും പകരുന്ന നല്ല സുഹൃത്താണ് റേഡിയോ. രാജ്യത്തിന്റെ തന്നെ നട്ടെല്ലായ കർഷകർക്ക് വഴികാട്ടിയാകുന്നതിനും അവരെ അംഗീകരിക്കുന്നതിനുമായി ഫെബ്രുവരി 15 രാജ്യത്തുടനീളം റേഡിയോ കർഷക ദിനം ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായി ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും കാപ്കോ സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഈ വർഷത്തെ റേഡിയോ കർഷക ദിനം റേഡിയോ കിസാൻ ദിവസ് 2024 തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെടുകയുണ്ടായി. കാപ്കോ സാംസ്കാരിക വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. കാപ്കോ സാംസ്കാരിക വേദി ഞങ്ങൾ പലരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ ചെന്ന സമയത്ത് ആദ്യമായി ഈ ചടങ്ങിൻ്റെ ഭാഗമായി ക്ഷണിച്ച ചില ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു, എന്താണ് കാപ്കോ എന്ന പേര്? ഭൂരിപക്ഷം പേർക്കും അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വാചകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കല്ലാർ പട്ടം കോളനിയുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് ഞങ്ങൾ കാപ്കോ എന്ന പേര് ഈ സാംസ്കാരിക വേദിക്ക് നൽകിയിട്ടുള്ളത്. ഈ താലൂക്കിലാകെ സാമൂഹിക സാംസ്കാരിക വികസന മേഖലകളിൽ പ്രവർത്തിക്കാൻ വേണ്ടി 2 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമായിട്ടുള്ള ഒരു സാംസ്കാരിക സംഘമാണ് ഞങ്ങളുടേത്. ഇപ്പോൾ തന്നെ ആകാശവാണി റേഡിയോ കർഷക ദിനാചരണം സംഘടിപ്പിക്കുമ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ചു, സാംസ്കാരിക വേദിയും കർഷക ദിനവും തമ്മിൽ എന്താണ്? നിങ്ങൾക്ക് കാർഷിക മേഖലയുമായി എന്താണ് ബന്ധം? സാംസ്കാരിക പ്രവർത്തനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. എന്താണ് കാർഷിക മേഖലയിലെ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ച സുഹൃത്തുക്കൾ കൂടിയുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൃഷിയാണ് ഏറ്റവും വലിയ സംസ്കാരം എന്നാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നടത്തിയ ആദ്യത്തെ പ്രവർത്തനം എന്നുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ എഴുതപ്പെടുമ്പോൾ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക പ്രവൃത്തിയാണ് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ സാംസ്കാരിക ഉന്നമതിയുടെ ആദ്യത്തെ അളവുകോലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ബഹുമാനപ്പെട്ട ദേവികുളം ആകാശവാണി നിലയത്തിൻ്റെ മേധാവികൾ ഈ ചടങ്ങ് നടത്തുന്നതിന് ഞങ്ങളെ ഒരു അംഗീകാരമായി കാപ്കോ സാംസ്കാരിക വേദിയെ അനുവദിച്ചു എന്നതിൽ ഞങ്ങൾ പ്രത്യേകമായി ആകാശവാണി ദേവികുളം നിലയത്തോട് നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മുഖ്യമായും ഞങ്ങൾ ഈ വിഷയത്തിൽ കണ്ട ഒരു കാഴ്ചപ്പാട്, ഇവിടെ കുടിയേറ്റം ആരംഭിച്ച 1955 ജനുവരി മാസം 20 ശ്രീ പട്ടം താണുപിള്ള ഈ നാട് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് കുടിയിരുത്തപ്പെട്ട നാട്ടുകാരായി ഇവിടെ വന്നവർ, ആ നാടുകളിൽ മെച്ചപ്പെട്ട ജീവിതം നയിച്ചിരുന്നവർ,
ഏറ്റവും ദുർഘടമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കുടിയേറി ആ കുടിയിരുത്തപ്പെട്ട കർഷകരായിട്ടുള്ള ആൾക്കാർ വളരെ സൗകര്യം കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യത്തെ അതിജീവിച്ച് ഇന്ന് കാണുന്ന മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് തങ്ങളുടെ ജീവിതം പടുത്തുയർത്തിയ കാലഘട്ടത്തിൽ ആദ്യം ഇവിടെ നിർവഹിച്ച പ്രവൃത്തി കൃഷിയായിരുന്നു. പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനം. ആ കൃഷിയുടെ ഒരു സംസ്കാരമുണ്ടായിരുന്നു. കൊണ്ടും കൊടുത്തും പ്രകൃതിയെ നോവിക്കാതെ ഉള്ള ഒരു കൃഷിയായിരുന്നു. പ്രകൃതിക്ക് വലിയ ആഘാതം ഏൽപ്പിക്കാതെ മണ്ണിനെയും മനുഷ്യനും ഒരുമിച്ച് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്നത് മാറി. ആ മാറ്റത്തിൻ്റെ ദുരന്തം ഞങ്ങളെല്ലാവരും ഓരോ കുടുംബവും അനുഭവിക്കുന്നു എന്നുള്ള കൂടിയാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ സന്ദർഭത്തിൽ റേഡിയോ കർഷക ദിനം എന്നുള്ളത് കാർഷിക അറിവുകൾ ശാസ്ത്രീയമായി ഈ നാട്ടിലെ മനുഷ്യർക്ക്, ഈ നാട്ടിലെ ശ്രോതാക്കളായിട്ടുള്ള കാർഷിക മേഖലയിൽ ഉള്ള ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പകർന്നു നൽകുന്നതിന് ആധികാരികമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന മഹത്തായ സ്ഥാപനമായിട്ടുള്ള ആകാശവാണി തീർച്ചയായും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ നിസ്തുലമാർന്ന പങ്ക് ദശകങ്ങളായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആകാശവാണി ഈ ഒരു ദൗത്യത്തിന് തീർച്ചയായും ഞങ്ങളുടെ വാക്കുകൾ കൂടി ചെവിക്കൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം നിലയത്തിൻ്റെ പ്രോഗ്രാം മേധാവിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ എം മനേഷ് സാറാണ്. ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ഈ മേഖലയിൽ വളരെ മികച്ച പ്രവർത്തനം ഊർജ്ജസ്വലതയോടുകൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ KT കുഞ്ഞ് അവർകളാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക. ഇവിടെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PT ഷിഹാബ് അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ PT ഷിഹാബ് അവർകളെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏതൊരു പ്രവർത്തനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ പിന്തുണ നൽകുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ CS യശോധരൻ അവർകൾ അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ശ്രീമതി സതി അനിൽകുമാർ അവർകൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സതി അനിൽകുമാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് ദേവികുളം ആകാശവാണി നിലയത്തിൻ്റെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുകയും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് 2 തവണയോളം ദേവികുളത്തുനിന്ന് ഇവിടെ വന്ന് ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം ആലോചിക്കുന്നതിനും അതിനാവശ്യമായ സഹായം ചെയ്യുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും എല്ലാ അർത്ഥത്തിലും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ജോസഫ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാപ്കോയുടെ സെക്രട്ടറി ശ്രീ N ഉത്തമൻ ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്താൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങിന് മുൻ ജനപ്രതിനിധികളടക്കം ഇവിടെ ഈ സദസ്സിൽ, അതേപോലെ തന്നെ കാർഷിക രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആൾക്കാർ അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ആദരിക്കുന്ന കർഷകരായിട്ടുള്ള 5 മുതിർന്ന കർഷകരെയാണ് ഞങ്ങൾ ആദരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ മുതിർന്ന കർഷകരെയും ഈ ചടങ്ങിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി ദേവികുളം കിസാൻ വാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മാത്യു ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. ആകാശവാണി ദേവികുളം നിലയത്തിൽ ആഴ്ചയിൽ 3 ദിവസം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണ് കിസാൻ വാണി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ അത് 6 ദിവസമായിരുന്നു. ഇപ്പോൾ 3 ദിവസമാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50. അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം 6:50 വയലും വീടും എന്ന പരിപാടിയും കേൾക്കാം. അത് തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി വെൽഫെയർ സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കിസാൻ വാണി എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങും സ്പോൺസർ ചെയ്യുന്നത് ഈ പറഞ്ഞ കൃഷി കർഷകക്ഷേമ മന്ത്രാലയം തന്നെയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കർഷകക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ കർഷകർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് എത്തിക്കുക, ഇങ്ങനെ ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ആകാശവാണി തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ് കിസാൻ വാണി.
ഇന്ന് ഈ പരിപാടി 20 വർഷം തികയ്ക്കുകയാണ്. ഇന്നേ ദിവസം ഇന്ന് ഇന്ത്യയിലെ 97 ആകാശവാണി നിലയങ്ങളിൽ ഈ കിസാൻ വാണി പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിൽ കേരളത്തിൽ 3 നിലയങ്ങളാണുള്ളത്. ദേവികുളം കൂടാതെ കൊച്ചിയും കണ്ണൂരും. കേരളത്തിൽ 3 നിലയങ്ങൾ കിസാൻ വാണി ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും 3 ദിവസം പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. ആകാശവാണിയെക്കുറിച്ച് പണ്ടൊരു ദുഷ്പേരുണ്ടായിരുന്നു, വൺ വേ ട്രാഫിക്കാണെന്നുള്ളത്. അതായത് ഇങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മാത്രം മതി, അങ്ങോട്ടൊന്നും പറയണ്ട എന്നുള്ളതായിരുന്നു ആകാശവാണിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു തമാശ തന്നെ. അങ്ങനെയുള്ളവരെ, അങ്ങോട്ടൊന്നും കേൾക്കാൻ സമ്മതിക്കാത്തവരെ തന്നെ ആകാശവാണി എന്ന് വിളിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആകാശവാണി തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ് ഇത്. ഒരു പ്രക്ഷേപകർ ആകാശവാണിയിലേക്ക് വരുന്നതിന് പകരം ഞങ്ങൾ പ്രക്ഷേപകർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കർഷകരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് റേഡിയോയിലൂടെ കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കിസാൻ വാണി. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി, കർഷകരുടെ ശബ്ദം കൂടി റേഡിയോയിലൂടെ കേൾപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആകാശവാണി തുടങ്ങി വെച്ച പരിപാടിയാണ്. ആദ്യമായിട്ട് കിസാൻ വാണി പ്രക്ഷേപണം ചെയ്തത് 2004 ഫെബ്രുവരി 15 അതിൻ്റെ സ്മരണയ്ക്കായിട്ട് എല്ലാ വർഷവും ഫെബ്രുവരി 15 റേഡിയോ കിസാൻ ദിവസ് അല്ലെങ്കിൽ റേഡിയോ കർഷക ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. അത് ഓരോ വർഷവും ഓരോ സ്ഥലങ്ങളിലാണ് ആഘോഷിക്കുന്നത്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ തൂക്കുപാലത്തേക്ക് ഈ പരിപാടി എത്തുന്നത്. അല്ലാതെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ വരികയും കർഷകരെ ഇൻ്റർവ്യൂ ചെയ്യുകയും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ കിസാൻ ദിവസിനെക്കുറിച്ചും കിസാൻ വാണി എന്ന പരിപാടിയെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനുശേഷം നിരവധി പേര് പ്രസംഗിക്കാനുണ്ട്. കൂടാതെ ഇവിടെ ക്ലാസ്സുകൾ നടക്കും. നമ്മുടെ 2 പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സുകൾ. ഒന്നാമതായിട്ട് നമ്മൾ ഈയിടെ കേട്ടു ഒരു വാർത്തയിൽ വളരെയധികം ഇടം നേടിയ സംഭവമായിരുന്നു. നമ്മുടെ തൊടുപുഴ വെള്ളിയാമറ്റത്ത് 13 പശുക്കൾ ഒരേ ദിവസം ചത്തുവീണത്. അത് വളരെയധികം വാർത്താ പ്രാധാന്യം നേടുകയും അങ്ങനെ ഒത്തിരി മീഡിയക്കാരും പത്രക്കാരും എല്ലാം അവിടെ എത്തി അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടത്ര സാമ്പത്തിക സഹായങ്ങളും പശുക്കളെയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. ആ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കന്നുകാലി പരിപാലനം ശാസ്ത്രീയമായിട്ട് എങ്ങനെ, എന്തൊക്കെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണമാണ് പശുക്കൾക്ക് കൊടുക്കേണ്ടാത്തത്, ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ വിഷയം. മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ കീടനാശിനി പ്രയോഗം നടത്താം, ഇതിനെക്കുറിച്ചാണ് നമ്മുടെ 2ാമത്തെ ക്ലാസ് ഇന്നിവിടെ നടക്കുക. അപ്പോൾ ഈ 2 ക്ലാസ്സുകളും കർഷകർക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തുടർന്ന് ആകാശവാണി ദേവികുളം പ്രോഗ്രാം മേധാവി ശ്രീ മനേഷ് MP അധ്യക്ഷ പ്രസംഗം നടത്തി. പ്രിയ ശ്രോതാക്കളെ, പൊതുവേ ഞങ്ങൾ ആകാശവാണിക്കാർ ഏത് വേദിയിൽ ചെന്ന് നിന്നാലും നമുക്ക് ആദ്യം വരുന്ന വാചകം അല്ലെങ്കിൽ ഒരു അഭിസംബോധന അതാണ്. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് പ്രിയ ശ്രോതാക്കളെ എന്ന് വിളിച്ചത്. അതിൽ അങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ നിങ്ങളുടെ മുഖത്ത്, പലരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വരുന്നത് ഞാൻ കണ്ടു. അതാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സന്തോഷം. ഇടുക്കി പോലത്തെ ഒരു ജില്ലയിൽ, കർഷകർ ഏറെയുള്ളൊരു ജില്ലയിൽ, അല്ലെങ്കിൽ കാർഷിക വൃത്തി പ്രധാന വരുമാനമാക്കിയിട്ടുള്ളൊരു ജില്ലയിൽ കിസാൻ വാണി എന്ന് പറയുന്ന പരിപാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. കിസാൻ വാണി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വിശദമായി തന്നെ അതിൻ്റെ ചുമതലയുള്ള എൻ്റെ സഹപ്രവർത്തകൻ കൂടിയ ശ്രീ മാത്യു ജോസഫ് സാറ് വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഒരു ദിവസം മുന്നെയാണ് ഫെബ്രുവരി 13 റേഡിയോ 1 നൂറ്റാണ്ട് ആഘോഷിച്ചത്. 1 നൂറ്റാണ്ടായി റേഡിയോ നമുക്കിടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ 1 നൂറ്റാണ്ടിൽ നിങ്ങളെല്ലാവരും തന്നെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ കുറേ ഭാഗമായിട്ടുണ്ട്. ഒരു ശ്രോതാവായിട്ടെങ്കിലും. ഞാനും ഒരു ശ്രോതാവായിരുന്നു, ഇപ്പോൾ പ്രക്ഷേപകൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എങ്കിലും. ഇനി മറ്റൊരു സന്തോഷം പറയാനുള്ളത്, ഒരാഴ്ച കഴിയുമ്പോൾ ദേവികുളം നിലയം പ്രക്ഷേപണം തുടങ്ങിയിട്ട് 30 വർഷം തികയുകയാണ്. ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരു മാസമാണിത്. അപ്പോൾ ഈ 3 പതിറ്റാണ്ട് ഈ നിലയം ഇവിടെ നിലനിന്നത് നിങ്ങളുടെ മാത്രം സപ്പോർട്ട് കൊണ്ടാണ്. കാരണം ഒരു റേഡിയോ നിലയം, പ്രത്യേകിച്ച് ഒരു പ്രാദേശിക പ്രവർത്തിക്കുന്ന ഒരു നിലയം, അത് പ്രവർത്തിക്കുന്നത് ഉറപ്പായിട്ടും ഇവിടുത്തെ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും കർഷകരുടെയും ഒക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. ഇവിടെ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഈ ആകാശവാണിയിൽ നിന്നുണ്ടായി എന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ആൻ്റണി മുനിയറ എന്ന് പറയുന്ന ഇടുക്കിയിൽ നിന്ന് പുറത്തറിയപ്പെടുന്ന ആദ്യത്തെ കവി അദ്ദേഹമാണ്.
കേരള സാഹിത്യ അക്കാദമി ആദ്യം ഇടുക്കിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു സമാഹാരം, കവിതാ സമാഹാരം അദ്ദേഹത്തിൻ്റെയാണ്. ആൻ്റണി മുനിയറ ആകാശവാണിയുടെ ഭാഗമാണ് എന്ന് നിങ്ങളെ ആരെയും ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. കാരണം ഇടുക്കിയിലെ കാറ്റും ആൻ്റണി മുനിയറയും ഏതാണ്ട് ഒരുപോലെയാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ സുഷ്മേഷ് ചന്ദ്രോത്ത്, എം ഡി മനോജ്, മൈന ഉബൈമാൻ തുടങ്ങിയ എല്ലാവരും തന്നെ ആദ്യകാലം എഴുതി തുടങ്ങിയത് ആകാശവാണിയിലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഇതെല്ലാം കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയൊക്കെ കാര്യമല്ലേ, ഞങ്ങൾക്കിതെങ്ങനെയാണ് എത്താൻ പറ്റുക, അതിനെല്ലാം ഭയങ്കര ശുപാർശ വേണ്ട. ഒന്നും വേണ്ട, ഒരു ശുപാർശയും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അക്ഷരങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ എഴുത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയാനുള്ളത് കഥയായാലും കവിതയായാലും പ്രഭാഷണമായാലും വൃത്തിയായിട്ട് ഒരു വെള്ളക്കടലാസിൽ എഴുതുക, അല്ലെങ്കിൽ DTP ചെയ്യുക, ഒരു കവറിലൊട്ടിച്ച് അടുത്ത് കാണുന്ന ഒരു തപാൽ പെട്ടിയിൽ ആകാശവാണി ദേവികുളം എന്ന് എഴുതി അതിലിട്ടേക്കുക, ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്കൊരു സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ അത് പ്രക്ഷേപണം ചെയ്യാൻ കഴിയും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഇവിടെ ഒരു നിലയം പ്രവർത്തിക്കുന്നത്. ഒരു മാധ്യമം എന്ന് പറയുന്നത് ഒരു പ്രക്ഷേപകനും ഒരു ശ്രോതാവിനും ഇടയിൽ നിൽക്കുന്ന ഒന്നാണ്. അതുമാത്രമേ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇവിടെ ശ്രോതാവും പ്രക്ഷേപകനും ഇടുക്കിക്കാരാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മാധ്യമം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇനി കലാകാരന്മാരുടെ കാര്യം, ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു വാട്സപ്പ് നമ്പറുണ്ട്, 8281200715 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ പാട്ട് പാടുന്ന ആളാണെങ്കിൽ, കവിതകൾ ചൊല്ലുന്ന ആളാണെങ്കിൽ, ഇതെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞങ്ങൾ സ്ക്രീൻ ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കൃഷിയെ ആഘോഷിക്കുന്ന ദിവസമാണ്, കിസാൻ ദിവസ്, റേഡിയോ കിസാൻ ദിവസ് കൃഷിയെ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ കലാകാരന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും എല്ലാം ആകാശവാണിയിലേക്കാണ് വരുന്നത് എങ്കിൽ, നേരത്തെ എൻ്റെ സഹപ്രവർത്തകൻ മാത്യു സാർ സൂചിപ്പിച്ചതുപോലെ, ഞങ്ങൾ കർഷകരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ കർഷകരുടെ വിജയഗാഥകൾ മാത്രമാണ് പ്രക്ഷേപണം ചെയ്യുന്നതെന്ന്. അല്ല, കർഷകരുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിജീവനങ്ങൾ എല്ലാം ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു. അതെല്ലാം നിങ്ങളുടെ അടുത്ത് വന്ന് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു. കാരണം കർഷക വൃത്തി എന്ന് പറയുന്ന ഒരു തപസ്യയാണ് എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കർഷകരുടെ അടുത്തേക്ക് വരുന്നത്. ഒരു ദിവസം നിങ്ങൾ അവിടെ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ദേവികുളം പോലൊരു സ്ഥലത്ത് വന്നു പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ദിവസത്തെ മാറി നിൽക്കൽ ആവശ്യമുണ്ട്. അത് സാങ്കേതികമായി ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ കർഷകരെ തേടി വരുന്നത്. ഇനി ഈ കർഷകരെ ഞങ്ങൾ തേടി വരിക മാത്രമല്ല, മറ്റൊരു മാധ്യമവും ചെയ്യാത്ത പോലെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന്, അത് വിജയമായാലും പരാജയമായാലും അതിജീവനമായാലും, ഞങ്ങളൊരു ചെറിയ ഓണറേറിയം നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഒരു വലിയ തുകയല്ല എന്നെങ്കിൽ കൂടി നിങ്ങൾക്കതൊരു ആശ്വാസമായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഈ നിലയം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഇടുക്കി നിലയം ഇത് നിങ്ങൾ കൂടുതലായി പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കായി പരിപാടികളുണ്ട്, സ്ത്രീകൾക്കായി പരിപാടികളുണ്ട്, അപ്പോൾ യുവാക്കൾക്കായി പരിപാടികളുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ്, അതെ എൻ്റെ കുട്ടിയുടെ ശബ്ദം റേഡിയോയിൽ കേട്ടു, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ശബ്ദം റേഡിയോയിൽ കേട്ടു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ശബ്ദം റേഡിയോയിൽ കേട്ടു, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ ശബ്ദം റേഡിയോയിൽ കേട്ടു എന്ന് നിങ്ങൾക്ക് പറയാനാവുക. അത്തരത്തിലെല്ലാം ഒരു വാതിൽ തുറന്ന വേദിയാണ് ആകാശവാണി. ആകാശവാണിയുടെ വാതിലുകൾ തുറന്നു തന്നെ നിങ്ങൾക്കായി കിടക്കുന്നു. അവിടേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരികയും നിങ്ങൾ ഓരോരുത്തരുടെയും കഴിവുകൾ പ്രകടിപ്പിക്കുകയും ഇതിലൂടെ കൂടുതൽ നിങ്ങൾ വളരുകയും ആകാശവാണിയെ വളർത്തുകയും ചെയ്യണം എന്നൊരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT കുഞ്ഞ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ചു. കാപ്കോയും ആകാശവാണിയും സംയുക്തമായി നടപ്പാക്കുന്ന ഈ പരിപാടിക്ക് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. കേരളത്തിലെ 2 കാർഷിക മേഖലാ ജില്ലകളാണ്, ഒന്ന് ഇടുക്കിയും 2 വയനാടും. നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പാക്കി വരുന്നത്. ആ പദ്ധതിയെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായിട്ടുള്ള ചർച്ച ഇവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കാർഷിക മേഖലയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് 12,500 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത്. ആ പദ്ധതി കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും പാശ്ചാത്തല മേഖലയിലുമെല്ലാം ഉൾപ്പെടുത്തിയാണ് നടത്തി വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത്. നമ്മുടെ ബ്ലോക്ക് പരിധിയെ സംബന്ധിച്ചോളം ക്ഷീരമേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്.
40 ക്ഷീര സഹകരണ സംഘങ്ങളാണ് ഇപ്പോൾ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏലം കൃഷിയുടെ വ്യാപനം അത് ക്ഷീരമേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ആ തിരിച്ചടിയെ മാറ്റി നിർത്തുന്നതിനും അല്ലെങ്കിൽ കർഷകരെ ആ മേഖലയായി ബന്ധപ്പെടുത്തി സഹായിക്കുന്നതിനും വേണ്ടിയിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാലിന് ഇൻസെൻറ്റീവ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1 ലിറ്റർ പാലിന് 5 രൂപ വീതം ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹമായ വില ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്. ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി പരമാവധി കർഷകർ പ്രയോജനപ്പെടുത്തണം. എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PT ശിഹാബ്, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ CS യശോധരൻ, കരുണാപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി സതി അനിൽകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശ്രീ PT ശിഹാബ്: എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെല്ലാം കൃഷിക്കാരാണ്. സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുകയും എന്നാൽ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഡ്രസ്സ് മാത്രമേ ഉള്ളവർക്ക് മുതൽക്കൂട്ട് എന്നുള്ള കാര്യം ബന്ധപ്പെട്ട ആകാശവാണിയിലെ ഉദ്യോഗസ്ഥരും ഇത് സംഘടിപ്പിക്കുന്ന ആളുകളുമൊക്കെ മനസ്സിലാക്കി നമുക്ക് കർഷകരെ എത്രത്തോളം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം. കേവലം ഒരു പ്രസംഗത്തിലോ ഒരു പൊതുയോഗത്തിലോ പൊതു അഭിസംബോധന ഒതുങ്ങി നിൽക്കാതെ അവരെ നമുക്ക് കൈപിടിച്ച് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന് ആത്മപരിശോധന നടത്തി ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവണത കൃത്യമായി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നോക്കം പോകാതെ മുന്നോട്ട് അവരെ നയിച്ചു കൊണ്ടുപോയാൽ കൃഷിക്കാർക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും നമുക്ക് ഒരുക്കാൻ കഴിയും. ശ്രീ CS യശോധരൻ: കാർഷിക മേഖലയിൽ ഓരോ ദിവസവും നമ്മൾ കൃഷിക്കാർ വളരെയധികം പിന്നിലോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്ക് നിരവധിയായ പദ്ധതികളുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കുവാൻ, കൃഷി എങ്ങനെ ചെയ്യണമെന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആളുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൂ. ആകാശവാണി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ റേഡിയോയിൽ കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞത്. പക്ഷേ നമ്മുടെ ടെക്നോളജി വികസിച്ചു, സോഷ്യൽ മീഡിയ വർദ്ധിച്ചു, TV മറ്റുള്ള മാധ്യമങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ആകാശവാണിയിൽ നിന്ന് നമ്മളെല്ലാം അവരുടെ കൃഷിപാഠം ഉൾപ്പെടെ നിരവധിയായ പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇപ്പോൾ ഫലപ്രദമായി പോകാത്തൊരു സാഹചര്യം. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഇങ്ങനെ ഈ നോട്ടീസ് കണ്ടപ്പോഴാണ് ആകാശവാണി എന്നുള്ള കാര്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ പോലും വന്നത്. കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മൾ അന്യം നിന്ന് പോകുന്നൊരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് ആകാശവാണിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പരിപാടിക്ക് രൂപകൽപ്പന ചെയ്യുകയും അതിന് കാപ്കോ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കൃഷിക്കാർക്കും ഇന്നത്തെ ഇവിടെ എടുക്കപ്പെടുന്ന ക്ലാസ്സുകൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ശ്രീമതി സതി അനിൽകുമാർ: അതുപോലുള്ള കർഷകരൊക്കെ നമ്മുടെ ഈ വേദിയിൽ വന്നിരിപ്പുണ്ട്. എനിക്കറിയാവുന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് നിരവധി ആളുകളുണ്ട്. നമ്മുടെ കൃഷി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കുട്ടികൾ ഇന്ന് എല്ലാവരും ഇച്ചിരി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യത്തേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. ഇവിടെങ്ങും ഒരു കുട്ടി തലമുറകൾ കൃഷിയുമായിട്ട് താല്പര്യമുള്ള ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും കുട്ടികളുടെ പ്രധാന തൊഴിൽ. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഉതകുന്ന തരത്തിൽ നമ്മുടെ അച്ഛനമ്മമാർ എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കണമെന്നും അവരെ ദൂരേക്ക് വിടാതെ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലികൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാപ്കോ സാംസ്കാരിക വേദി സെക്രട്ടറി ശ്രീ N ഉത്തമൻ ചടങ്ങിന് കൃതജ്ഞത അർപ്പിച്ചു. കൃതജ്ഞത അർപ്പിക്കുകയാണ് എൻ്റെ കടമ. ഞാൻ നേരിട്ട് കൃതജ്ഞതയിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷത അലങ്കരിക്കുന്ന ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ പ്രോഗ്രാം മേധാവി ശ്രീ മനീഷ് MP അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത പറഞ്ഞുകൊള്ളുന്നു.
അടുത്തതായി ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ അവർ കാപ്കോ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി യോഗത്തിന് ആമുഖ പ്രഭാഷണം നടത്തിയ ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മാത്യു ജോസഫ് സാർ അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT കുഞ്ഞ് അവർക്ക് എൻ്റെ പേരിൽ ഈ യോഗത്തിൻ്റെ പേരിലും കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച പാമ്പടമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PT ശിവാഗ അവർ, പാമ്പടമ്പാറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ CS യശോധൻ അവർ, 1-ാം വാർഡ് മെമ്പർ ശ്രീ സതി അനിൽകുമാർ അവർ, ഇവർക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ മണ്ണിനോടും മലയോടും മല്ലിട്ട് കൃഷിയിടങ്ങളിൽ പൊന്നു വിളയിക്കുകയും അതുവഴി രാഷ്ട്ര പുനർനിർമ്മാണത്തിന് കാതലായ സംഭാവനകൾ നൽകുകയും ചെയ്ത തലമുതിർന്ന കർഷകരായ ശ്രീ AK കുട്ടപ്പൻ, ശ്രീ സഹദേവൻ, ശ്രീ ജോസഫ് ദേവസ്യ, ശ്രീ N രവീന്ദ്രൻ, ശ്രീ ജോസഫ് പുളിക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വാത്തുകുടി വെറ്റിനറി സർജൻ ഡോക്ടർ റോമിയോ സണ്ണി കന്നുകാലി പരിപാലനം, മയിലാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ K ധനപാൽ വളം, കീടനാശിനി പ്രയോഗങ്ങൾ ഏലം കൃഷിയിൽ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും കാപ്കോ സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട റേഡിയോ കിസാൻ ദിവസ് 2024 ഉദ്ഘാടന പരിപാടിയുടെ റിപ്പോർട്ട്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.